നമസ്കാരം. എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുള്ള മഹാക്ഷേത്രങ്ങൾ ഇന്നുമുണ്ട്. മഹാക്ഷേത്രങ്ങളായി പരിണമിക്കേണ്ട പല ക്ഷേത്രങ്ങളും ഇടക്കാലത്ത് വേണ്ട രീതിയിൽ പൊതുസമൂഹം അല്ലെങ്കിൽ ഭക്തജന സമൂഹം ശ്രദ്ധിക്കാത്തതിനാൽ നശിച്ചു പോയിട്ടുമുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് നിരവധി മഹാക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത്. ജിഹാദി ആക്രമണത്തിൽ, മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ എണ്ണം ഇന്നും കൃത്യമായിട്ട് എത്രയെന്ന് അറിയില്ല. ശബരിമല മഹാക്ഷേത്രം പണ്ടുകാലത്ത് ഗോത്ര വിഭാഗക്കാരുടേതായിരുന്നു. മലയരയ വിഭാഗങ്ങളുടെ ആരാധന ആയിരുന്നു. അതിന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. നിരവധി കഥകൾ അതുമായി ബന്ധപ്പെട്ട്, കഥകളും കെട്ടുകഥകളും ചരിത്ര കഥകളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുമുണ്ട്. നമുക്കതൊക്കെ വായിച്ചും കേട്ടുമൊക്കെ കുറെ അറിയിക്കുകയും ചെയ്യാം. പിന്നീട് കാലങ്ങൾ മാറി വന്നു, ഭരണ സംവിധാനങ്ങളിലേക്ക് വന്നു. അങ്ങനെ ശബരിമല ക്ഷേത്രം ഒരു ആധുനിക രീതിയിലുള്ള, എന്നാൽ ചരിത്രങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ പ്രത്യേകമായി സംരക്ഷിച്ചു പോരുന്ന രീതിയിലേക്ക് പരിണമിക്കപ്പെട്ടു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു. തുടർന്ന് ഇങ്ങോട്ട് ദേവസ്വം ബോർഡുകൾ കടന്നു വന്നു. അതിനുശേഷം അത് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പൊതു ഇടത്തിന്റെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി. അതിനുശേഷവും ഇതിങ്ങനെ തുടരുകയാണ്. ഭക്തജനങ്ങൾ ധാരാളമായി ഒഴുകിയെത്തുന്നു. അന്നും ഇന്നും ഒക്കെ തന്നെ. പണ്ട് കാനന പാതകൾ താണ്ടിയായിരുന്നു എങ്കിൽ ഇന്ന് ആധുനിക സംവിധാനങ്ങളിലൂടെയും അവിടെ ചെന്ന് തൊഴുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായി. ഇത് ചേർത്ത് വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ചില ജിഹാദി മാധ്യമങ്ങൾ, മദൂദി മാധ്യമങ്ങളൊക്കെ തന്ത്രിയെ പുറത്താക്കണം, ഇത് മലയരന്മാരുടെ ക്ഷേത്രമാണ്, ഇത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമായി സവർണ വിഭാഗക്കാർ പിടിച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു സുവർണാവസരമാണ്. എന്നാൽ ഇടതുപക്ഷ മാധ്യമങ്ങളോ ഇടതുപക്ഷ ഹാൻഡിലുകളോ അതൊന്നും പറയുന്നുമില്ല. അത് സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവർ അത് പറയുന്നില്ല. കാരണം അവർക്ക് ആ ക്ഷേത്രം വേണം. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സർക്കാർ ഭരിക്കുന്ന സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് അത്. അതിലേക്ക് ഈ ഒരു പൂജാവിധി പ്രകാരം, ഷോഡശ സംസ്കാരത്തിലുള്ള പൂജാവിധി പ്രകാരമുള്ള ആ ആര്യ സമൂഹത്തിന്റെ പൂജാവിധി പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ അതൊരു ഒരു ബിസിനസ് സെന്ററായി മാറുകയുള്ളൂ എന്ന കാര്യം ഇടതുപക്ഷ മാധ്യമങ്ങൾക്കും ഇടതുപക്ഷ ഹാൻഡിലുകൾക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ചില മാധ്യമങ്ങൾ വളരെ മോശമായ രീതിയിലൊക്കെ തന്നെ ശബരിമലയെ പരിഹസിച്ചുകൊണ്ടും ശബരിമലയിലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടും ആ ക്ഷേത്രത്തെ തകർക്കാനുള്ള, ആ ക്ഷേത്രത്തിന്റെ ആ ഒരു പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കതിന് വീണ് കിട്ടിയ ഒരു സംഭവമാണ് ഈ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാരി തന്നെ അല്ലെങ്കിൽ തന്ത്രി തന്നെ അറസ്റ്റിലാകുമ്പോൾ, അദ്ദേഹം കുറ്റക്കാരനായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ ഇവർക്കിതൊരു ഒരു സുവർണ അവസരമാണ് എന്നുള്ളതാണ്. തന്ത്രിയെ പുറത്താക്കണം എന്നുള്ള നിലവിളിയാണ്. തന്ത്രി ആ സംവിധാനം മാറ്റണം, മലയരയന്മാർക്ക് ഇത് തിരിച്ചു നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ്. മലയരയ സമുദായവും അതുപോലെ തന്നെ പന്തളം കൊട്ടാരവും അതുപോലെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാണ്. അതിലാണ് ധർമ്മശാസ്താവ് അഭയം പ്രാപിച്ചത്. ഈ മണികണ്ഠൻ എന്നുള്ളത് പന്തളം രാജാവിന്റെ മകനായി പിറന്ന മണികണ്ഠൻ, പുലിവാഹനനായി മാറിയ മണികണ്ഠൻ എന്നത് ഒരു ബ്രാഹ്മണിക്കൽ സൃഷ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമം വളരെ ഇതിനെക്കുറിച്ച്, ശബരിമല എന്ന് പൊതുവിൽ പറയുന്ന നീലിമല, കരിമല, നാഗമല, തലപ്പാറമല, പൊന്നമ്പലമേട് തുടങ്ങിയ 18 മലകളിൽ പ്രാചീന കാലം തൊട്ടേ അധിവസിച്ചിരുന്നത് മലയരയന്മാരും മലപ്പണ്ടാരങ്ങളും ഊരാളികളും അടങ്ങുന്ന ആദിവാസി സമൂഹങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രം ശരിയാണ്. പക്ഷെ ആ ശബരിമല ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്ത കഥകളും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിനാണ് ഇത്തരക്കാർ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് എന്നതാണ് സത്യം. സ്ത്രീകൾ ശബരിമല കയറിയാൽ അവിടം അശുദ്ധമാകുമെന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ വാദത്തെയും മലയരയർ തള്ളിപ്പറയുന്നുണ്ട് എന്നൊക്കെ ഇവരങ്ങ് സമർത്ഥിക്കുകയാണ്. ഒരു ആചാരപരമായി യോഗനിദ്രയിൽ യോഗിയായി ബ്രഹ്മചാരിയായി ഇരിക്കുന്ന ആ ഒരു ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വിശ്വാസപരമായി ആചാരപരമായി അത് ഖണ്ഡിക്കേണ്ടവർക്ക് ഖണ്ഡിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നവർക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷേ പറ്റും, അത് അവിടെ നടക്കണം എന്ന് പറയുന്നവരാണ് അവിടെ തൊഴാൻ വരുന്നത്. അവിടെ ഭക്തജനങ്ങൾ അവിടെ എത്തുന്നത് അത് അംഗീകരിച്ചുകൊണ്ടാണ്. യുവതികൾ, ഈ 10 വയസ്സിനും അല്ലെങ്കിൽ 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ, ഈ വന്ന ആക്ടിവിസ്റ്റുകളെ മാറ്റി നിർത്തിയാൽ ഒരു വിശ്വാസിയായ യുവതിയും അവിടെ പോകാൻ വാശി പിടിക്കില്ല, പോകില്ല. അതായത്
ധാരണകളെ തെറ്റായ ധാരണകളാക്കി മാറ്റി പുതിയ കുപ്പികളിൽ ഇറക്കി പ്രചരിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് ഈ തന്ത്രി കുടുംബത്തെ, താഴമൺ പൊറ്റിമാരെ, തന്ത്രി കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് പുറത്താക്കണം, എല്ലാവരെയും പുറത്താക്കി മലയരയന്മാരെ ഇത് ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഈ ഒരു വാർത്ത പ്രചരിപ്പിക്കലും ഇല്ലാത്ത സൃഷ്ടിക്കലും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അതനുസരിച്ച് ഈ ജിഹാദി മാധ്യമങ്ങൾ അല്ലെങ്കിൽ മദൂദി മാധ്യമങ്ങൾ ഇതിന് ആവശ്യമില്ലാത്ത ഒരു തലം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാവുന്നത്.